നീ പത്രം കേടി നിനക്കെന്ത് കുഴപ്പം? നിനക്കെന്ത് കുഴപ്പം? ഞാൻ പല്ലി വെച്ചോണ്ടിരിക്കുക, അത് കുഴപ്പം? അത് കുഴപ്പമില്ല. പിന്നെ എന്റെ മുഖത്തേക്ക് നോക്കിയുള്ള ഈ തുപ്പല് ശരിയല്ല. നിനക്ക് ഇവിടെ തുപ്പ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ നീ ഞാൻ അവിടെ വന്ന് നിൽക്കുമ്പോ ഞാൻ ചായ എടുത്ത് വായിലേക്ക് വെക്കും, നീ തുപ്പും. അല്ല, ഞാൻ കുടിക്കാൻ തുടങ്ങും, നീ തുപ്പും. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പല്ലി കേൾക്കണത് നീ എന്തിനാണ് അവിടെ നോക്കണത്? അതിന്റെ ആവശ്യം എന്താണ്? നീ എന്നെ ആവശ്യം എവിടെയാണ് തുപ്പി? എവിടെ നീ? എടാ, ഞാൻ നിലത്തല്ലേ തുപ്പിയത്? ഞാൻ വെറുതെ അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുന്നായിരുന്നു. ഞാൻ അവിടെ ചായ കുടിച്ച എന്റെ പത്രം നോക്കി. എന്റെ അളിയാ, നിന്റെ മുഖം ഈ നിലത്ത്. അയ്യോ, ഇവരത്ത് പ്രാന്ത രാവിലെ. ഒരു കാര്യം പറഞ്ഞുണ്ട്, തുപ്പണം നീ അകത്തേക്ക് തുപ്പണം, അല്ലെ നീ അങ്ങോട്ട് മാറി തുപ്പണം. എന്റെ മുഖത്തേക്ക് തുപ്പരുത്. എടാ, ഞാനിത് എന്റെ വീടാണ്, എനിക്ക് സൗകര്യം എടുത്തൊക്കെ ഞാൻ തുപ്പും. നീ അതൊക്കെ എന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടലേ കണ. എടാ, കളിക്കുന്നു രാവിലെ, വേറെ പണിയൊന്നുമില്ല. പത്രം ഞാൻ വായിച്ചിട്ട് വരാം. ഞാൻ കാശ് കൊടുത്ത് വരുത്തുന്നത് എനിക്ക് വായിക്കാനാണ്, നിനക്ക് വായിക്കാനല്ല. നിനക്ക് കഷ്ടത്ത് ചൊണ്ടിക്കാനല്ല. ആ ബോധം നിനക്കുണ്ടെങ്കിൽ രാവിലെ പത്രം എത്രയോ സമയം ഇവിടെ കിടന്ന് മഴ പെയ്തു, അത് നനയതിന് മുമ്പ് ഞാൻ എടുത്തത് മാറ്റി വെച്ച്, അതുകൊണ്ട് ഇന്ന് വായിക്കാൻ പറ്റും. ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വായിച്ചിട്ട് നീ വായിച്ചാൽ മതി. ആ, പിന്നല്ലാണ്ട് രാവിലെ നിനക്ക് ഓരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരികയാണല്ലോ നീ. പത്രമായി, തുപ്പലായി. ആ, പിന്നെ രാവിലെ കുളിച്ചൊരുക്കി ഓഫീസിലോട്ടൊന്നും പോകണ്ട. ഇന്ന് അവിടെ വലിയൊരു യുദ്ധം നടക്കാൻ പോവാ നിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ. യുദ്ധം? ആ, ഞങ്ങൾ അവിടെ ഒരു പിക്കറ്റിംഗ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങളല്ലേ? അപ്പൊ യുദ്ധം ആയിരിക്കില്ല. അത് കാണാം. നീ അവിടെ ചെന്ന് നോക്കടാ, ഇന്ന് ഗംഭീര പരിപാടിയാണ്, നീ നോക്കിക്കോ. പാട്ടാ, ഡാൻസാ? ആ, അത് കാണാൻ എന്താണെന്ന്. എന്താ രാവിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ? എന്റെ ഓഫീസിന്റെ ഫ്രണ്ട് യുദ്ധം നടത്താൻ പോണെന്നാണ്. എന്തിത്തോടാ അമ്മാവാ, ഇവനൊക്കെ വല്ല ലോകവിവരം ഉണ്ടോ? സംഭവം ഒന്നും അറിയില്ലല്ലോ. ഇവന്റെ KCB കാരണം 3 ജില്ലകളാണ് അറബിക്കടലിൽ പതിക്കാൻ പോണത്. നോക്കിക്കോ. KCB കാരണം 3 ജില്ലകൾ വെള്ളത്തിലാവാൻ പോണം. എന്താ പ്രശ്നം? എന്താ? അതാണ് പറഞ്ഞത്. പത്രം എടുത്ത് വെച്ചൊക്കെ വെക്കുമല്ലോ, അത് വായിക്കാറില്ലല്ലോ. ഇടുക്കി ഡാം നിറഞ്ഞു കഴിയല്ലേ, അത് ഇനിയും തുറന്നു വിടായിരുന്ന വലിയ ഭവിഷ്യത്തുണ്ടാവും. അല്ല, അവിടെ പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉള്ള ജനങ്ങളെല്ലാം അതിൽ കൂടെ ഒഴുകി അങ്ങ് പോകും. അതിന് നീ എന്തിനാണ് രാവിലെ ഇവന്റെ നെഞ്ഞത്ത് കയറണേ? അതിന് കാരണം ഇവനൊക്കെ അല്ലേ. നീ രാവിലെ അവൻ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. ഞാൻ മര്യാദയ്ക്ക് ചായ കുടിക്കാൻ വന്നപ്പോ എന്റെ മുഖത്തേക്ക് തുപ്പുന്നു. ഞാൻ ആ ചായ എടുത്ത് കളഞ്ഞു. അതിനുശേഷം എന്റെ മുഖത്തേക്ക് തുപ്പോളന്ന് ഇപ്പൊ പറഞ്ഞത് എന്റെ ഓഫീസിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു. ഒന്നുമില്ലടി, ഇവൻ ചെന്ന് ഡാം തുറക്കണില്ലാന്ന്. ആക്കരുതേ അമ്മ, ആക്കരുതേ. ഞാൻ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. ഏത് ഡാം? നിന്റെ അമ്മയുടെ ഡാം, ഇടുക്കി ഡാം. ഇടുക്കി ഡാം വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം അത് പൊട്ടാം. ഇവന്റെ KCB യവന്മാരാണ് ഇപ്പോഴത്തെ കാരണം. അത് തുറക്കാൻ പാടില്ല. തുറന്ന വെള്ളം പോകുമ്പോൾ അവർക്ക് ഭാവിയിൽ കറണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. ഇവിടെ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. അത് ആദ്യം മനസ്സിലാക്കിയിട്ട് പറയേ. വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞു നടന്ന കാര്യമില്ല. അവ്വ, അതങ്ങ് മൊത്തത്തോടെ പൊട്ടുമ്പോ എല്ലാം മനസ്സിലാക്കും. എടാ, നീ വെറുതെ കാരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ? രാവിലെ എടുത്ത കഷ്ടത്തിൽ വെച്ചേക്കണം, ഞാൻ കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് വന്നേ. ഒന്നാമത് നീ എന്തിനാ അവനെ ശ്രദ്ധിച്ചിരിക്കണേ? അനക്കന്റെ കാര്യം നോക്കിയാണ്. അവനെ ശ്രദ്ധിച്ചാലല്ലോ അമ്മ. ഞാൻ രാവിലെ ചായ കുടിക്കാൻ അവിടെ വന്നു. അത് നോക്കും, പത്രം കാണാനില്ല. ചായ കുടിക്കാൻ വായിലേക്ക് വെക്കും, തുപ്പും. ഞാൻ വീണ്ടും ചായ കുടിക്കാൻ തുപ്പും. ചായ ദൂരെ കളഞ്ഞു വന്നു. പത്രം ചോദിച്ചു തരില്ല. പിന്നെ പറഞ്ഞു എന്റെ KCB മുമ്പ് യുദ്ധം ചെയ്യുന്നു. ഞാനും ചായ കുടിച്ചത് വീട്ടിനകത്തിരുന്ന, അല്ല വെളി ഇറങ്ങി ചായ കുടിക്കണമെന്നില്ല. നീ ഇവിടെ വന്ന് എന്റെ മുഖത്ത് നോക്കി തുപ്പിയ നിനക്ക് തേക്കാൻ പല്ല് കാണൂല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കാണാടാ, തുപ്പട നീ. ഞാൻ ചിലപ്പോ ഇതിന്റെ ഈ ഓടിന്റെ മേളിൽ കയറുന്നത് പല്ലിയേച്ച് തുപ്പും, ചിലപ്പോ അത് ആ മരത്തിന്റെ മണ്ട പല്ലിയേച്ച് തുപ്പും. ഇത് എന്റെ വീട്, ഇത് എന്റെ പല്ല്, ഇത് എന്റെ ബ്രഷ്. ഞാൻ സൗകര്യമുള്ളത് പലതും ചെയ്യൂടാ. നീ തുപ്പൂടാ. ഇന്ന് ഞാൻ പല്ലിയേച്ച് കഴിഞ്ഞ് നാളെ ഞാൻ കാണിച്ചു തരാം. പത്രം വായിക്കാൻ സമ്മതിക്കില്ല, ചായ കുടിക്കാൻ അവന്റെ നേർക്ക് കയറുന്നു. അനക്ക് വല്ല ഉപരോധം ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ അടുത്ത് പോയി. എങ്ങനെ സർക്കാരിന് നേരെ ചെയ്യും? സർക്കാരിന് കുഴപ്പമില്ല. സർക്കാർ തുറന്നോളാൻ പറഞ്ഞില്ലേ, ഇവനൊക്കെ ഇല്ലേ കുഴപ്പം? പിന്നെ അവനെതിരെയല്ലേ സമരം ചെയ്യേണ്ടത്? ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട്, എന്റെ ഓഫീസിൽ നിന്ന് ഞാൻ കത്തിക്കും. നീ നോക്കിയോ. എന്താണ് അവൻ പറഞ്ഞ പോലെ ചെയ്യും. നിങ്ങൾക്ക് പല്ലുണ്ടാവൂല, സത്യം. ഞാനും പറഞ്ഞ പോലെ. ഇന്ന് ഞാൻ തുപ്പൂല, നാളെ തുപ്പും. ഇങ്ങോട്ട് വന്നേ. പോകാൻ ഇറങ്ങിയോ? പോവല്ലേ, എനിക്ക് ഇച്ചിരി പൈസ വേണം. ഞാനും തോടി റിസർവ് പൈസ വേണമെന്ന് പറഞ്ഞു. കഴിക്കാൻ വല്ലതും ഉണ്ടാ? പിക്കറ്റിങ്ങിന് പോവാ. നിങ്ങളിങ്ങനെ പിക്കറ്റിംഗ്
മീറ്റിങ്ങിന് പോയിക്കൊണ്ട് നടന്നോ? പിന്നെ ഈ പിക്കറ്റിംഗ് ഒക്കെ പൊതുപ്രവർത്തകരുടെ ജോലിയാണ്. അത് ഞങ്ങളെല്ലാം പിന്നെ കണ്ണു കണ്ട ആൾക്കാർ പോയി ചെയ്യോടി. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഉണ്ടാവും, പ്രയോജനം ഉണ്ടാവും. ഈ ഇടുക്കി ഡാം തുറക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നുണ്ടല്ലോ, അത് വലിയ ആപത്തായിരിക്കും. ജനങ്ങൾക്ക് ഭീഷണിയാവും. അത് തുറപ്പിച്ചിട്ടേ ഞങ്ങൾ അടങ്ങും. അതിവിടെ കിടക്കുന്ന ക്ലീറ്റോ അന്വേഷിക്കേണ്ടത് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. നിങ്ങൾ മാത്രമൊന്നല്ലല്ലോ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഞാനൊരു ഇന്ത്യക്കാരനാണ്, പിന്നെ ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നവരുന്നത്. അപ്പൊ കേരളത്തിലെ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെട്ടില്ല, പിന്നെ ആരാടി ഇടപെടണേ? എനിക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. നിനക്കിതൊന്നും അറിയണ്ട. ഓണം വരികയാണ്, വീട്ടിൽ ഓണം ആഘോഷിക്കണ്ടേ? ഓണം പറഞ്ഞോണ്ട് ഞാൻ ഇവിടുന്ന് പോണോ? എന്റെ ക്ലീറ്റോ എന്തെങ്കിലും പറയുമ്പോ ചാടി കടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ജവന്തിയുടെ കൂടെ പോയി സപ്ലൈക്കോയിന്ന് സാധനങ്ങളൊക്കെ മേടിക്കണം. അല്ല, നീ ജവന്തിയുടെ കൂടെ പോയി സാധനം മേടിക്കുള്ളൂ? ഇത്ര നാള് ജവന്തി ഇല്ലായിരുന്നപ്പോ നീ എങ്ങനെ മേടിച്ചോണ്ടിരുന്നു? ഇപ്പൊ ഉണ്ടല്ലോ, എനിക്കൊരു കൂട്ടില്ലേ. 10-15 ദിവസം ഉള്ളൂട്ട് ഇനി ഓണം വരാനായിട്ട്. കർത്താവ്, ഇനി 15 ദിവസം ഉണ്ടാവണത്തിന്. എന്നിട്ടാണ് ഈ കിടന്ന് വേളം വെക്കണേ? നീ അടങ്ങ്. എനിക്ക് ഇച്ചിരി പൈസ വരാണ്ട്, ഒരു 10 വർഷം കഴിയുമ്പോ ആ പൈസ വരും, എന്നിട്ട് നമുക്ക് പോയി വാങ്ങിക്കാം. ക്ലീറ്റോ വരാത്ത പൈസയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? പിരിവിന്റെ പൈസയോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ അങ്ങനെയുള്ള പൈസ പരിപാടി ഒന്നുമില്ല. ഞാൻ ഇന്നിപ്പോ പിക്കറ്റിംഗ് ആണ് എന്റെ ലക്ഷ്യം. അതിനെതിരെ നീ ആവശ്യമില്ലാതെ കഴിക്കാൻ പറ്റുന്ന എടുക്കും. ഞാൻ പോയി അത് ഇതിന് മാത്രം ഒരു മുടക്കം വരുത്തരുത്. അവന്റെ അടുത്ത് ചോദിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ അത് വെറുപ്പിച്ചില്ലേ? ഓ, പിന്നെ അവൻ ഇല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഒരു കാര്യം നടക്കൂലല്ലോ. ഇത്ര നാള് എങ്ങനെ ഓണം ആഘോഷിച്ചോണ്ടിരുന്നത്? എന്തായി? ഇല്ലാന്ന് പറഞ്ഞ കൊറേ കഷ്ടാണ്. ആ, ഞാൻ റെഡി ആയിക്കുക. എത്ര പേരുണ്ട്? ആ 50 പേര് മതി. KCB ഓഫീസല്ലേ, ഈ തുക്കട ഓഫീസൊക്കെ പുരോഗമിക്കാൻ നമ്മൾ ഒരു 50 പേരൊക്കെ തന്നെ മതി. കനക, അനക്ക് ലീവ് കുറണ്ടല്ലേ പറഞ്ഞ്? ഇനിയിപ്പോ ഓണം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതിടാ. നമുക്ക് ഓണം അടിച്ചു പൊളിക്കാം. ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹവീൽദാർ ഉണ്ടായിരുന്ന കാലത്തെ ഓണമാണ് ഓണം. അങ്ങ് ജമ്മു കാശ്മീരിലായിരിക്കുമ്പോഴുണ്ടല്ലോ, തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ദൂഷനില അങ്ങോട്ട് വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് തുമ്പപ്പൂ പോലത്തെ ചോറും വിളമ്പി അതിൻ്റെ മുകളിൽ അങ്ങോട്ട് പരിപ്പും അങ്ങോട്ട് അതിൻ്റെ മുകളിൽ കാണാൻ പരിപ്പ് ഒഴിക്കുമ്പോൾ വന്നങ്ങ് വീഴും. ബാമ്പ്. എൻ്റെ അമ്മേ, ഞാൻ നിർത്തിക്കോ. ഈ ബോംബ് കഥ കേട്ട് 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 മടുത്ത്. എൻ്റെ അമ്മാവാ, ഓണാവുമ്പം പായസത്തിന്റെയും പരിപ്പിന്റെയും പുറത്ത് വന്ന് ബോംബ് വീഴും. ക്രിസ്മസ് ആകുമ്പോ കേക്കിന്റെ പുറത്ത് ബോംബ് വീഴും. ബക്രീദ് ആകുമ്പോ ബിരിയാണിയുടെ പുറത്ത് ബോംബ് വീഴും. വന്നതേ ഈ കുടുംബത്തിലോട്ട് കാലെടുത്ത് വെച്ച നാളോട്ട് കേൾക്കുന്നതാണ് ബോംബ് കഥ. ഇനി വേണ്ട കേട്ടോ, നിർത്തിക്കോ. അങ്ങോട്ട് പിടിക്കുന്നില്ല. എടീ, പട്ടാളക്കാരുടെ വീട്ടില് ബോംബും ബീരങ്കി അല്ലാതെ പിന്നെ എന്തോന്നാണ് കിടന്ന് ഓടുന്നത്? അവർ തലക്ക് ചുറ്റും കിടന്ന് ഓടുമല്ലോ. കനകേട്ടാ, ഓണത്തിനെ എനിക്ക് പട്ടുസാരി. എനിക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ എനിക്കൊരു സെറ്റ് സാരി വാങ്ങിച്ച, ഈ മയിലിന്റെ പടമുള്ള ഒരു സാരി, അത് മതി. ഓ, ഇനിയിപ്പോ അടുത്ത ഓണത്തിന് നീ എനിക്ക് വാങ്ങിച്ചു തന്നാലായി, വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ആരായിരിക്കും ഉണ്ടായിരിക്കും. നീ അതുകൂടെ ചേർന്ന് അവനെ എങ്ങനെ വഷളാക്കിയത്? ചോദിക്കുമ്പോ വാങ്ങിച്ചു കൊടുക്കും. നല്ല ചെറുക്കനായിരുന്നു, പക്ഷെ പാഴി പോയി. ചെറുക്കൻ. ഈ പ്രാവശ്യമെങ്കിലും അവർക്കും കൂടെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. അല്ലല്ല, തക്ലിക്ക് ഉടുപ്പെടുക്കാം. ഉടുപ്പാ ചെയ്തു. അവക്ക് വളരെ കെട്ടിയവന് ഒരു നയാ പൈസ ചെലവാക്കില്ല. എന്താ അന്റെ അമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അവൻ എന്ത് മേടിച്ചു കൊടുക്കണം? ഞാൻ എല്ലാ ഓണത്തിനും മേടിച്ചു കൊടുക്കാറുള്ളതല്ലേ, പിന്നെന്താ? മവ ലാൻഡ്മാൻ ആയിരുന്നു. ഞാൻ ഓവർസിറായിട്ട് ട്രാൻസ്ഫർ ആയി വലിയ പെട്ടിയും പുത്തൂക്ക് വലിയ കാര്യത്തിലങ്ങ് പോയി. അതുപോലെ ഇങ്ങ് തിരിച്ചു വന്നു. അതിന് കാരണക്കാരാരാ? അവൻ. അവന് ഞാൻ ഓണത്തിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന്. അവൻ ഓരോ ഏടാകൂടങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോ അതിനൊക്കെ സമാധാനം പറഞ്ഞിരുന്നു ഞാൻ. അവന് ഞാൻ ഓണത്തിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. ഇനി ഒന്നും വേണ്ട, റെഡി ആയിക്കൊണ്ടിരിക്കുക. പിക്കറ്റിംഗ് നടത്താൻ എവിടെ? എന്റെ നെഞ്ചത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക. അവനാണ് ഞാൻ ഓണത്തിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അല്ല, അത് ആ കാര്യത്തിൽ ഞാൻ അവന്റെ ഭാഗത്ത്. അവനൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ പാർട്ടി തീരുമാനിച്ച് ചെയ്യണതിൽ ഒരു തെറ്റുമില്ല. എന്തു അമ്മാവ ഇത്? ഈ ക്ലീറ്റസ് ഏട്ടൻ അവിടെ ചെന്ന് സമരം ചെയ്തു കഴിഞ്ഞാൽ എന്റെ നാണക്കേട് ആർക്കാ? കനകേട്ടനല്ലേ? ഇവന്റെ നാണക്കേട് നോക്കിയപ്പോ അവൻ അവന്റെ ജോലി ചെയ്യണ്ടേ? അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഈ ഡാം ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അതങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മരിച്ചുപോയാൽ എന്ത്? അത് ഇങ്ങനെ കെട്ടി നിൽക്കണതിന്റെ മുമ്പ് തന്നെ ആ നിറഞ്ഞിങ്ങനെ വരുമ്പോ തന്നെ അങ്ങോട്ട് തുറന്നു വിട്ടാൽ വല്ല കുഴപ്പമുണ്ടോ? അമ്മാവ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ലെവൽ ഉണ്ട്. ആ ലെവൽ കഴിയുമ്പോൾ മാത്രമേ തുറന്നുവിടാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ സർക്കാർ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നിരന്തരം 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ട് കറണ്ട് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. പവർ കിട്ടുമ്പോൾ എല്ലാവരും സർക്കാരിന് ചെയ്ത് വിളിക്കില്ലേ? മനുഷ്യര് ചത്തിട്ട് കറണ്ട് ഉണ്ടായിട്ടായിരിക്കാം. ഇങ്ങനെ പോയ ബോംബ് മറ്റേ ഈ ഡാം പൊട്ടിയിട്ട് എന്തായാലും ജനങ്ങളൊക്കെ ചത്തു. എന്റെ പോലെ മക്കളെ മനുഷ്യനെ കൊല്ലാതെ നീ പോയൊന്ന് തുറന്ന് വിടുവല്ലോ. അത് ഞാനും കൂടെ വരുവാ ഡാം തുറക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ അമ്മയെ ഈ KCB എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനമാണ്.
അതിനകത്തൊരു ചെറിയ ലയൺമാൻ മാത്രമാണ് ഞാൻ വിചാരിച്ച അവിടെ ഒരു പുല്ല് നടക്കൂല. നടക്കില്ല. ഇല്ല. അപ്പൊ അവൻ KCB സമരം ചെയ്യണേ ഈ പുല്ലല്ലാത്ത നീ എന്തിനാ വെറുതെ ഇവൻ പോയി തുടങ്ങുന്നുണ്ടാക്കണേ. എടാ നീർക്കോലിയെ കടിച്ചാലും മതി അത്താഴം മുടങ്ങാൻ. അത് കടിക്കില്ലല്ലോ. കരല് വെച്ചോക്ക. അപ്പൊ എന്റെ ദൈവമേ, കണ്ട അവന്റെ ഗുരുത്വം കണ്ട, എടുത്തിയാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ പാവോ മക്കളെ. എടാ ഇന്ന് വരെ നീ അദ്ദേഹത്തിന്റെ കാലിലൊന്ന് തൊട്ട് തൊഴുതിട്ടുണ്ടാടാ. മനസ്സിൽ വേണം, നിന്റെ മനസ്സിൽ വേണം. അവന്റെ മനസ്സിലിരിപ്പൊക്കെ നമുക്കറിയാം. അവൻ കാര്യം നേടാൻ വേണ്ടിട്ട് ഏത് കഴുതറി കാല് പിടിക്കും. അമ്മാവൻ എന്താ പറഞ്ഞത്? എന്ത്? അമ്മേ, അമ്മാവനിപ്പോ പറഞ്ഞ ആരെന്ന് അറിയാമോ? ഹവീൽദാര് മാമൻ അതാണ്. ഞാൻ അത് ഉദ്ദേശിച്ചല്ല, ഞാനൊരു തത്വം പറഞ്ഞതാ. പക്ഷെ എന്നാലും അങ്ങനെ പറയാൻ പാടില്ലേ? കാര്യം കഴിഞ്ഞല്ലേ. അതെ അമ്മേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങിയാലും ഹവീൽദാര് മാമന്റെ ആരെങ്കിലും മേടിച്ചിട്ട് ഇറങ്ങാറുള്ളൂ. അതിന്റെ ഗുണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇന്നിപ്പോ ഹവീൽദാര് മാമന്റെ മോനുമായിട്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത്. അപ്പോ മാമൻ ഇന്ന് മരുമോന്റെ കൂടെ നിൽക്കുമോ മോന്റെ കൂടെ നിൽക്കുമോ എന്ന് എനിക്കൊന്ന് അറിയണം. ഹവീൽദാർ സത്യത്തിന്റെ കൂടെ നിൽക്കും. അതെനിക്കറിയാം, എന്റെ കൂടെ നിൽക്കുള്ളൂ. ഞാൻ പൊക്കോളാം. പിന്നെ എന്റെ പൊന്നളിയ സ്നേഹം ഉള്ളതുകൊണ്ട് പറയാണ്, എന്റെ ടിക്കറ്റിങ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ടാണ് ചെയ്യാൻ പോണത്. നീ ഇന്ന് ലീവിലല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇവനെ അറിയാതെ ഒന്നും പുറത്തോട്ട് പറഞ്ഞ് വിട്ടുകളയത് അളിയനാണെന്നുള്ള ഒരു പരിഗണന അവിടെ കിട്ടൂല. എനിക്കും അത് തന്നെ എന്റെ അടുത്ത് പറയാനുള്ളത്. അളിയനാണെന്നുള്ള ഒരു പരിഗണന അവർ തരില്ല. അമ്മ അവന്റെ പാർട്ടിയിലാകെ 4, 3, 7 പേരാണ് ഉള്ളത്. യുവമാരിലൂടെ ടിക്കറ്റിംഗ് എന്ന് പറഞ്ഞ് KCB ഫ്രണ്ട് ചെല്ലുമ്പോ അവിടെ തന്നെ 25ഓളം പേരുണ്ട് ജീവനക്കാർ. പൊങ്കാലടവന് കറണ്ടടിപ്പിച്ച് കൊല്ലും. നിന്റെ ഉണ്ണ കണ്ടു വെളി വരും. അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. ഒരുപാട് ടിക്കറ്റിംഗ് കണ്ടിട്ടുള്ളവരാ ഞങ്ങള് കേട്ടോ. കാണിച്ചു തരാം ടിക്കറ്റിംഗ് എന്താണെന്നുള്ളത്. കാര്യഗൗരവമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ. അമ്മ ഒന്ന് അനുഗ്രഹിക്കുമ്പോ നീ പോയി വാ, എല്ലാം ശരിയാവും. സൂക്ഷിച്ചു പോണേ. ഇപ്പൊ അമ്മ പറഞ്ഞ കറക്റ്റായി. എന്താ കാര്യം കാണാമോ? ഏത് കഴുതിയുടെ കാലം പിടിക്കും. എടേ നടരാജ, നീ 100 ബംഗാളികളെ കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഏറ്റിട്ട് പോയതാ. ഈ അവസാന നിമിഷം നീ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞാലുണ്ടല്ലോ. നീ എന്തുകൂടെ ഇത്? ബംഗാളികൾ ഇന്ന് പറ്റിക്കും ഞാൻ ഇറങ്ങിയോ? ബംഗാളികൾ പറ്റിക്കുവാണെങ്കിൽ നീ വേറെ ഓപ്ഷൻ നോക്കണമായിരുന്നു. എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? എല്ലാരും വിളിക്ക്, ഇറങ്ങാം. എന്റെ അളിയ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അളിയ 3 പേരേ ഉള്ളൂ. എന്തോന്ന്? 3 പേരേ ഉള്ളെന്ന്. 3 പേരേക്ക് 3 പേരെ വിളിക്ക്, 3 പേരെ വിളിക്ക്. എന്റെ അളിയ ആ 3 പേരല്ല, നമ്മൾ ഈ 3 പേരേ ഉള്ളൂന്ന്. എന്റെ കർത്തവ്യ നടരാജ, നീ അല്ലടാ ഏറ്റത്. 100 പേരെ കൊണ്ടുവരാന്ന് പറഞ്ഞ ബംഗാളികളെ കൊണ്ടുവരുന്നത് എവിടെ അവരൊക്കെ? അമ്പലിക്കുട്ടി ആൾക്കാർ അവരെല്ലാരും വിളിച്ചോണ്ടേ 10 രൂപ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞു. 10 രൂപ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഇത് ഇന്നാളും ഇതുപോലെ സംഭവിച്ചു. ഞാൻ അന്നേ പറഞ്ഞു ഒരു കാര്യം നടക്കുമെങ്കിലും കേൾക്കാവൂന്ന്. ഞാൻ എന്തൊക്കെ വെല്ലുവിളിയും വിളിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അറിയാമോ? എന്റെ ആളിയുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാം, അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് ആ പറട്ട കിളവ ഹവീൽദാരുടെ ഫോട്ടോയിൽ പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇറങ്ങിയത്. എങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോകും? നീ മിണ്ടരുത്, ഒന്നും മിണ്ടരുത്. ഇറങ്ങി എങ്ങോട്ടേലും പോ. അറിയാ, എനിക്കൊന്നും കേക്കണ്ട. സത്യം പറഞ്ഞാ ഞാൻ എങ്ങനെ ഇനി വീട്ടിലോട്ട് കയറി ചെല്ലുവളിയാ? ഞാൻ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വേറെ ഏതെങ്കിലും നല്ല നിലയിലെത്തിയാണ്. ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ നടന്നിട്ട് എത്ര നാളായി. ഒരു ഗതിയുമില്ല, പരഗതിയില്ല, ഒരു കാര്യം നടക്കേയില്ല. ഇതൊക്കെ കഷ്ടമാണ് കേട്ടാ രാജ. നിനക്കേ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ നല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. പറ്റൂല്ലെങ്കിൽ ഏക്കരുത് ഒരു കാര്യവും. അല്ലാതെ പിന്നെ കറണ്ട് അടിച്ചു. KCB ആരെങ്കിലും ഇവിടെ വന്നു? ആരെങ്കിലും വന്നോളി? അവിടെ ആരും വന്നില്ലല്ലേ? രാവിലെ ഇറങ്ങാൻ നേരത്തെ എൻ്റെ ആളെയും പറഞ്ഞു കറണ്ട് അടുപ്പിക്കുന്നു അവിടെ ചെന്ന്. ഇതിപ്പോ ഇതിൽ നിന്ന് കറണ്ട് അടിച്ചു. എന്റെ കഷ്ടകാലം. ഇറങ്ങി പോണേ തന്നെ ഒന്ന് എങ്ങോട്ടെങ്കിലും പോ. ഒന്നും പറയണ്ട, ആരും ഒന്നും പറയണ്ട. നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. പോ. നിന്റെ കൂടെ നടന്നാലേ എനിക്കറിയാം. പോ. എന്തൊരു ജീവിതമാണ്. ഞാനിത് എങ്ങനെ വീട്ടിൽ കയറി ചൊല്ലു? കനക ഇനി എന്നെ വെച്ചേക്കുവോ? എല്ലാം കൊളായി. ടിക്കറ്റിങ് പൊളിഞ്ഞു. കണ്ടടിച്ചിനി എങ്ങനെ ഇവിടെ കണ്ടടിച്ചു? തോന്നിയതാണ്. അല്ലല്ല, കേൾക്കാനുണ്ട്.
എന്താ സ്വന്തം വീട്ടിലേക്ക് കള്ളന്മാര് പതുങ്ങി വരുന്ന പോലെ വരുന്നു? ഇവിടെ വാ, ഇവിടെ വാടാ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഓ അത് ശരി, സമരമൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടിയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അണികളുടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിട്ട് വരുമല്ലേ? മനുഷ്യൻ മണ്ണടിച്ചതിന് ശേഷം എന്റെ അച്ഛൻ ആദ്യമായിട്ട് ടെൻഷൻ അടിച്ച ദിവസമായിരുന്നു. ഒരു കയ്യിൽ മരുമകൻ, ഒരു കയ്യിൽ മകൻ. ഓ സത്യമാരുടെ ഭാഗത്ത് അച്ഛൻ വല്ലാണ്ട് ടെൻഷൻ അടിച്ചു. പിന്നെ ഇവന്റെ കാര്യമായിട്ട് വലിയ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. ചുമ്മാ എന്നാലും അളിയ ഭയങ്കര മോശമായിപ്പോയി. അളിയൻ രാവിലെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അളിയനാണെന്ന് ഒരു പരിഗണന തല്ലെന്ന്. പക്ഷെ ഞാനങ്ങനല്ല. രാവിലെ തന്നെ അവിടെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്റെ അളിയൻ വരുന്നുണ്ട്, പ്രത്യേകം ഒന്ന് പരിഗണിച്ചേക്കണേന്ന്. കാലത്ത് മുതൽ വൈകുന്നേരം വരെ കാത്തിരുന്നു. എന്താളിയാ പോയിരുന്നത്? ഒരാളെ കൊണ്ട് പോണ്ടേ? എന്താളിയാ പോയിരുന്നത്? മോശമായിപ്പോയി. അതെ. വന്നോ ക്ലീറ്റോ? എന്റെ ദൈവമേ വന്നോ? ഞാൻ എത്ര നേരെ നോക്കിയിരിക്കണെന്നറിയോ? എന്തെങ്കിലും ചെയ്ത പോലീസുകാർക്ക് അവരെന്തിന്? അവർക്ക് വേറെ ജോലിയുണ്ട്. അല്ലടാ ഡാം തുറക്കാൻ പോയില്ലേ? ഏത് ഡാം? അവിടെ എവിടെയോ നിറഞ്ഞെന്ന് പറഞ്ഞു. അത് മെനിങ്ങാതെ തുറന്നായിരുന്നു. ഏത് ഡാം തുറപ്പിക്കാൻ പറഞ്ഞു നോക്കിയിരിക്കായിരുന്നു ഞാൻ. മിണ്ടാതെ എടാ, മിനിമം പത്രം വായിക്കണം. നാട്ടിൽ കിടക്കുന്ന കാര്യം അറിയാം. രാഷ്ട്രീയക്കാരാണെങ്കിൽ പത്രം വായിച്ചു നോക്കണം. അപ്പൊ അറിയാൻ പറ്റും. ഒന്നി നീ വായിക്കണം, അല്ലെങ്കിൽ നീ വായിക്കണം. നീ വായിച്ചിട്ട് അവന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? നാട്ടിൽ കിടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാം. അല്ല പത്രം എടുത്ത് കഷത്ത് വെച്ചാൽ ഇതുവരെയും കയറൂല അറിവ്. ഈ സ്വാതന്ത്ര്യ സമര സേനാനി വന്നിട്ടുണ്ട്. വിഷം നിൽക്കായിരിക്കും. വെള്ളം കൊണ്ട് വിളമ്പി കൊടുക്കാവന്. അവനെ ഒന്നും കഴിക്കില്ലടാ, അവന്റെ വയറ് നിറഞ്ഞു പാവം. അമ്മയുടെ കാല് വിട്ടു. അമ്മ കാല് കാണിച്ചു കൊടുക്കാം. രാവിലെ അച്ഛന്റെ കാല് വിട്ടില്ലേ പോയത്? വലിയൊരാള് വന്നേക്കുന്നു. കഷ്ടം. ഇത്രയൊന്നും വേണ്ടായിരുന്നു. അവൻ അങ്ങ് വല്ലാതെ വിഷമിച്ചറിയാമോ? കഷ്ടം. ഇത് ചുമ്മാ തമാശക്കല്ലേ? വേറൊന്നുമല്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ല അവിടെ പോയി വിളിച്ചിരിക്കാൻ. എന്തിനാണെന്നറിയാമോ? നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാതെ അകത്തോട്ട് വരില്ല. അപ്പൊ ഞാൻ ആ വിളയിൽ നിൽക്കുന്നത് കണ്ട് അതുകൊണ്ട് ലൈറ്റ് എടുത്ത് വേണേ അവിടെ ഇരിക്കാൻ പറഞ്ഞത്. നമ്മൾ ലൈറ്റ് എടുക്കാൻ പയ്യെ പയ്യെ വന്ന് അമ്മ കറക്റ്റ് സമയത്തായി വന്ന്. അവൻ വല്ലാതെ അവർക്ക് വിഷമായ എന്തെങ്കിലും ഉള്ളൂ. അടാ അല്ലെങ്കിൽ അവനത് വേണം. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാരനാ പറഞ്ഞിട്ട് പാർട്ടി അങ്ങോട്ട് പറയുമ്പോൾ എടുത്ത് ചാടിയിട്ട് ഒരു സ്ഥലം പോയി പിക്കറ്റ് ചെയ്യരുത്. ആ പിക്കറ്റ് ചെയ്യണ സ്ഥലത്ത് സ്വന്തം അളിയൻ ജോലിയുണ്ട്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറ്റുന്നറിഞ്ഞ് മാറാൻ ശ്രമിക്കണം. കള്ളൻ അവൻ അങ്ങനെ പറ്റിച്ചാ പോരാ. അമ്മാവാ പറഞ്ഞുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. അമ്മാവ കല്യാണം കഴിക്കാത്തത് ഒരു കണക്കിന് നന്നായി. സ്വന്തമായിട്ട് നിലപാടില്ലാത്ത ആളുകൾ കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഒന്നുകിൽ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ? ഗുഡ് നൈറ്റ്. ഹലോ, അവിടെ നിന്ന് മഞ്ഞ കൊള്ളണ്ട, അകത്തുനിന്ന് കിടക്ക്. Versus Alien.